ടർബോയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ടർബോ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു മാസ് സെറ്റ് പടമല്ലേ. ഇവർ രണ്ടുപേരും ജോഡി നല്ല അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാനും കൊള്ളാം. ഒരു പുതിയൊരു കൂട്ടുകെട്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത കാലത്തായിട്ട് കുറേ സിനിമകളിൽ ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു ടൈലൻഡ് എന്നുള്ളൊരു ട്രെൻഡ്. അത് പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ മടുത്തു കഴിഞ്ഞു. ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു. കൊള്ളാം. ഏരിയസ് എണ്ണ അവിടെ നിൽപ്പുണ്ട്. സൂപ്പർ പടം, രണ്ടുപേരും കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം. അത്യാവശ്യം കുഴപ്പമില്ല, കൊള്ളാം. നല്ല പടം തന്നെ. നല്ല പടം. ത്രില്ലറാണ്. നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. സൂപ്പർ പടമാണ്. എന്തെന്ന് വെച്ചാൽ പുതിയൊരു ജോണറിൽ നല്ല രീതിക്ക് ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ജോഡി നല്ല അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാനും കൊള്ളാം. ഒരു പുതിയൊരു കൂട്ടുകെട്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഇടയ്ക്ക് വെച്ച് കുഞ്ചാക്കോ ഓവനും ബിജു മേനോനും ഒരു കൂട്ടുകെട്ട് നല്ലതായിരുന്നു. അതേപോലെ ഇവരെയും കൂട്ടുകെട്ട് നല്ലതാണ്. ക്രൈം ത്രില്ലർ എന്ന് വെച്ചാൽ സൂപ്പർ സസ്പെൻസ് ത്രില്ലറാണ്. ഒരു പോലീസ് അന്വേഷണം അത് തന്നെയാണ്. ഈ ടോവിനെ ഇടയ്ക്ക് ചെയ്ത പോലെ അങ്ങനത്തെ ഒരു പടം തന്നെയാണ്. കോംബോ കൊള്ളായിരുന്നു ബ്രോ. നല്ല രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. ഒരു എന്താ പറയുക, നല്ല ഡീസൻ്റ് ആയിട്ട് പോകണം. ആദ്യം തൊട്ട് അവസാനം വരെ തീരെ ബോറടിപ്പിക്കാതെ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കണ ഒരു നല്ല പടം. ഓവർ ത്രില്ലോ ഓവർ ഹൈപ്പോ ഒന്നുമില്ല, ഹൈപ്പൊന്നും പറയുന്നില്ല. പക്ഷേ ഡീസൻറ്റ് പടമായിരുന്നു, കൊള്ളാം, ഇഷ്ടപ്പെടും. ഇപ്പോൾ ടർബോയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ടർബോ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു മാസ് സെറ്റ് പടമല്ലേ. രണ്ട് ജേണറല്ലേ ബ്രോ. പക്ഷേ ഈ ജേണറിൽ ഒരു പോലീസ് മൂവി അല്ല, ഒരു ക്രൈം ത്രില്ലർ മൂവി എന്നുള്ള രീതിയിൽ കൊള്ളാം, നീറ്റാണ് കൊള്ളാം. ഏരിയസ് എണ്ണ അവിടെ നിൽപ്പുണ്ട്. പുള്ളിയുടെ അടുത്ത് വെച്ചാൽ മതി. കൊള്ളാം, നല്ല പടി. അടിപൊളി മൂവിയാണ്, നല്ല രസമുണ്ട്. രണ്ടുപേരും അവരുടെ പാർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേ ത്രില്ലറാണ്, സസ്പെൻസ് ഉണ്ട്, നല്ല ത്രില്ലിംഗ് ഉണ്ട്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സസ്പെൻസാണ്. സെക്കൻഡ് പാർട്ടിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടമാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ, കൊള്ളാം. ബിജു മേനോൻ ആസിഫ് അലി കോംബോ അത് നല്ല വർക്കൗട്ടായിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു, കൊള്ളാം. കിട്ടില്ലായിരുന്നു, സൂപ്പർ. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. നൈസ് പടം ചേട്ടാ, ത്രില്ലർ ചേട്ടാ, കൊള്ളാം. ബിജു മേനോൻ നൈസായിട്ട് അഭിനയിച്ച്, ആസിഫ് അലിയും കൊള്ളാം. നല്ല മൂവിയാണ്. ആസിഫ് അലി കൊള്ളായിരുന്നു. കൊള്ളാം, നല്ല പടം. കൊള്ളാം. ത്രില്ലറാണ്. നല്ല രസമുണ്ട്. ത്രില്ലറുണ്ട്. കൊള്ളാം ചേട്ടാ, കൊള്ളാം. പടം കൊള്ളാം, നല്ല പടം. ത്രില്ലർ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം, അടിപൊളി, സൂപ്പർ തന്നെ. പടം ജസ്റ്റ് ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമ തുടങ്ങുന്നത് തന്നെ നമ്മളിപ്പോൾ സഫാരി ചാനലൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചരിത്രമെന്നിലൂടെ എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിലിങ്ങനെ സമൂഹത്തിൽ പ്രബലരായി നിൽക്കുന്ന പല വ്യക്തികളിൽ നിന്ന് അവരുടെ ജീവിതത്തിലൂടെ നടന്നുപോയ സംഭവങ്ങളൊക്കെ പറയും. അതിൽ തന്നെ പല പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് അവരുടെ ചില കേസിൻ്റെ നാൾ വഴികൾ എന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് കഥ തുടങ്ങുന്നത്. പിന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റബോണായിട്ടുള്ള അവർ ഒരേ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു SI, ഒരു CA, അവർ രണ്ടും തമ്മിൽ നിന്നുള്ള ഒരു ക്ലാഷ് എന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ രണ്ട് വ്യക്തിത്വങ്ങൾക്കിടയിലൂടെ ഒരു കേസ് വരുന്നു. അപ്പോൾ പോലീസിന് തീർച്ചയായിട്ടും ആര് എന്നതിലുപരി എന്തിന് എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഏതൊരു കേസന്വേഷണത്തിനും വരിക. അപ്പോൾ ഈ ഒരു ആര് എന്തിന് എന്നുള്ള ഒരു രീതിയിലേക്കാണ് കഥ പോകുന്നത്. സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്കത് കൊളുത്തി പിടിക്കുക എന്ന് പറയുന്ന രീതിയിൽ അത് ചെയ്തു. പിന്നെ അത് പതിയെ ഒന്ന് വിട്ടു പോയി. പിന്നെ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഒരേ പേസ്, ഒരു ഗ്രാഫ്, അതായത് തുടങ്ങി മേളിലോട്ട് പോയി, പിന്നെ ചെറുതായിട്ടൊന്ന് വന്ന് പിന്നെ ഈ ഒരു ലെവൽ പിടിച്ചിട്ട് അവസാനം വരെ പോയത്. പിന്നെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത കാലത്തായിട്ട് കുറേ സിനിമകളിൽ ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു ടൈലൻഡ് എന്നുള്ളൊരു ട്രെൻഡ്. അത് പ്രേക്ഷകർ സത്യം പറഞ്ഞാൽ മടുത്തു കഴിഞ്ഞു. ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു. പിന്നെ ഞാനിപ്പം എടുത്തു പറഞ്ഞൊരു കാര്യം, ട്രോളന്മാർക്കിടയിൽ ചീറ്റിംഗ് സ്റ്റാർ, ഡെത്ത് സ്റ്റാർ, അങ്ങനെ കുറേ സ്റ്റാർ പദവികളുണ്ട്. അത് തമാശയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഡെത്ത് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു നടനാണ് സാധാരണ എല്ലാവരും പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ ബാറ്റൺ കൈമാറി വേറൊരു വ്യക്തി ആ ബാറ്റൺ എടുത്തിട്ടുണ്ട്. അതും ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഡെത്ത് സ്റ്റാറല്ല, ഇതൊരു അൾട്ടിമേറ്റ് ഡെത്ത് സ്റ്റാർ എന്ന് പറയും. ആ ഡെത്ത് സ്റ്റാറുള്ള പദവി ഇനി മലയാളത്തിന് ഇദ്ദേഹത്തിന് സ്വന്തം. അവരെ കോമ്പോ അടിപൊളിയാണ്. ആസിഫ് അലി, ബിജു മേനോൻ ഇതിനകത്ത് അടിപൊളിയുണ്ട്. പിന്നെ ആസിഫ് അലിയുടെ സ്ക്രീൻ പ്രസൻസ് നൈസായിട്ടുണ്ട് പടത്തിനകത്ത്. പടം ഓവറോൾ കൊള്ളാം, നൈസ് പടമാണ്, നല്ലൊരു ത്രില്ലറാണ്. പിന്നെ തുടക്കം തൊട്ട് അവസാനം വരെ ത്രില്ലർ അടുപ്പിക്കുന്നുണ്ട് പടം മൊത്തത്തിൽ. പിന്നെ ആസിഫ് അലി, ബിജു മേനോൻ കോമ്പോയും കൊള്ളാം, BGM എല്ലാം അടിപൊളിയായിട്ടുണ്ട്, നൈസാണ്. ലാസ്റ്റ് വരെ നമ്മളിങ്ങനെ ത്രില്ലർ അടുപ്പിക്കും.